എഡ്ഫിൽ ലേണിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2023 മാർച്ചിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2-ലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കേട്ടറ്റിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ഗദ്യഭാഗവും പദ്യഭാഗവും തന്നിട്ട് അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നത് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഗദ്യഭാഗമാണ്. ഈ ഗദ്യഭാഗം വായിച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് കണ്ടെത്താനാണ്. ആ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉത്തരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നൊരു രീതിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി ആസാമിലേക്ക് പോയവർ തീവണ്ടിയിൽ തിരിച്ചു വരുന്ന രംഗം വൈലോപ്പിള്ളി ആസാം പണിക്കാർ എന്ന കവിതയിൽ വിവരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വായിക്കുന്ന സമയത്തിന് നമ്മൾ അത്രയും ശ്രദ്ധിച്ചു പോകണം. ഓരോ പോയിന്റും നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ വേഗത്തിൽ തന്നെ നമുക്ക് ഉത്തരങ്ങൾ വേഗം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ക്വസ്റ്റ്യൻ വായിക്കുമ്പം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ തൊഴിൽ തേടി, കേരളത്തിൽ നിന്നും തൊഴിൽ തേടി ആസാമിലേക്ക് പോയവര് തീവണ്ടിയിൽ തിരിച്ചു വരുന്ന ഒരു രംഗം, ഇത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ആസാം പണിക്കാർ എന്ന കവിതയിൽ ഈ രംഗം വിവരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ്? ആസാം പണിക്കാർ എന്ന കവിതയിൽ പറയുന്നത് എന്താ? കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി ആസാമിലേക്ക് പോയവർ തീവണ്ടിയിൽ തിരിച്ചു വരുന്ന രംഗം അല്ലേ, ആസാം പണിക്കാർ എന്ന കവിതയിൽ വിവരിക്കുന്നുണ്ട്. വണ്ടി വാളയാർ കടന്നപ്പോൾ അവരെ പ്രലോഭിപ്പിച്ച കാഴ്ചകളിലൊന്ന് പുരയിടത്തിലെ പച്ചപ്പിനിടയിലൂടെ കാണുന്ന വീടാണ് അല്ലേ. ഈ പണിക്കാർ തീവണ്ടിയിൽ വരുന്ന സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു ഈ പച്ചപ്പിനിടയിലൂടെ, അതായത് പുരയിടത്തിലെ പച്ചപ്പിനിടയിലൂടെ കാണുന്ന വീട് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രവാസികളെ സംബന്ധിച്ച് വീട് എന്നും എല്ലായ്പ്പോഴും അവരുടെ മനസ്സിൽ അത്രയധികം പ്രാധാന്യത്തോടെ കാണുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഈ ആസാം പണിക്കാർ കടന്നു വരുന്ന സമയത്തും അവരെ ഏറ്റവും അധികം പ്രലോഭിപ്പിച്ച ഒരു കാര്യം എന്തായിരുന്നു? ആ ഒരു വീട് തന്നെയാണ്. പുഞ്ചിരി പൊഴിക്കും വീടുകൾ എന്ന് കവി അതിനെ പറയുന്നത് എന്താണ്? വീട് പുഞ്ചിരി പൊഴിക്കുന്നവയാണ് അല്ലേ. പുഞ്ചിരി പൊഴിക്കും വീടുകൾ. വീട് എന്നും നമ്മളെ പിൻവിളി വിളിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ നല്ല കാര്യങ്ങളിൽ മനസ്സ് ബദ്ധമായിരിക്കുന്നതിനെ കുറിക്കാൻ മലയാളത്തിൽ പ്രചാരത്തിലുള്ള വാക്ക് ഗൃഹാതുരത്വം എന്നാണ് അല്ലേ. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ മനസ്സ് ബദ്ധമായിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ മനസ്സെപ്പോഴും ബദ്ധമായിരിക്കും. അതിനെ കുറിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ഗൃഹാതുരത്വം. വീട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പിൻവിളി വിളിക്കുന്ന ഒരു കാര്യമാണ്. സന്ധ്യയാവുമ്പോൾ ഏതൊരാളുടെ ഉള്ളിലും വീടിന്റെ നേർക്ക് വിചാരം നീളും. സ്വാഭാവികമായൊരു കാര്യമാണ്. വീടിന്റെ നേർക്ക് വിചാരം നീളുക എന്നത് പുലക്കാട്ട് രവീന്ദ്രന്റെ ഒരു കവിതയിലെ പ്രയോഗമാണ്. ഏതൊരു മനുഷ്യന്റെയും മനസ്സിലേക്ക് സന്ധ്യാവുന്ന സമയത്ത് കടന്നെത്തുന്ന എന്താ? വീടിന്റെ ആ ഒരു പരിസരവും തന്നെയാണ് അല്ലെ. വീട്ടിലേക്ക് എത്തുക, വീട്ടിലെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ, അതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് വീടിന്റെ നേർക്ക് വിചാരം നീളുക എന്നത് എന്താണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. ഇങ്ങനെ ഒരു ആശയത്തിൽ പുലക്കാട്ട് രവീന്ദ്രൻ ഒരു കവിത തന്നെ രചിച്ചിട്ടുണ്ട്. കവിതയിലെ ഒരു പ്രയോഗമാണെന്ത്? വീടിന്റെ നേർക്ക് വിചാരം നീളുക. വീണ്ടും വീണ്ടും തിരിച്ചെത്താനുള്ള ഇടമാണ് വീട് എന്ന് പ്രശസ്ത നിരൂപകൻ KC നാരായണൻ പറയാറുണ്ട്. അതായത് നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചെത്താനുള്ള ഒരിടമാണ് ഏത്? വീട്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? പ്രശസ്ത നിരൂപകനായ KC നാരായണനാണ്. വീട് സാമൂഹ്യ സാംസ്കാരിക അവസ്ഥകളുടെ ചിഹ്നമാണ്. ഏത് കാലത്തും വീട് എന്ന വാക്ക് ഇന്ന് പൊതുവായി ഉപയോഗിക്കുന്നെങ്കിലും പഴയ കാലത്ത് ചില പ്രത്യേക ജാതിക്കാരുടെ പാർപ്പിടത്തിനെ ആ വാക്ക് പറഞ്ഞിരുന്നുള്ളൂ അല്ലേ. അതായത് ചില പ്രത്യേക ജാതിക്കാരുടെ
പാർപ്പിടത്തിന് മാത്രമാണ് ഒരു കാലത്ത് വീട് എന്ന് പറഞ്ഞിരുന്നത്. ജാതിയും സാമൂഹ്യ ശ്രേണിയിലെ സ്ഥാനവുമാണ് വീടിന്റെ രൂപഘടന നിർണയിച്ചിരുന്നത്. അപ്പം പഴയ കാലത്ത് കുറച്ച് മുന്നേയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ജാതിയുടെയും അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു വീടിന്റെ രൂപഘടന ഉണ്ടായിരുന്നത് എന്ന് പറയാം. ജാതിഭേദവും സാമൂഹ്യ ശ്രേണിയിലെ സ്ഥാനഭേദവും അനുസരിച്ച് പാർപ്പിടത്തിന് വീട്, ഇടം, ഭവനം, പീശാരം, കുടി, ചാള, മന, മഠം, മാടം, വാര്യം, പുഷ്പകം, പാടി അല്ലേ, വീടിന് പറയുന്ന പേരുകളാണ്. അതായത് സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് സ്ഥാനഭേദം അനുസരിച്ചും വീടിന് പാർപ്പിടത്തിന് പറയുന്ന വ്യത്യസ്തമായ വിളിപ്പേരുകളാണിത്. ഇത് ജാതിയുടെയും നമ്മുടെ സാമൂഹിക ശ്രേണിയുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പേരുകൾ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കൂടാതെ ചേരി, മാരാത്ത്, ഇല്ലം, കോവിലകം, കൊട്ടാരം, ഇതൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ അവരുടെ ഒരു സാമൂഹിക ശ്രേണിയും അതേപോലെ ജാതീയതയും അതിൽ മുഖ്യമായ സ്ഥാനമായിരുന്നു ആ ഒരു പേരിന് വേണ്ടിയിട്ട്. എന്നിങ്ങനെ ഒട്ടേറെ വാക്കുകൾ വീടിനെ കുറിക്കാൻ, പാർപ്പിടത്തെ കുറിക്കാൻ ഉണ്ടായിരുന്നു. അത്തരം വാക്കുകൾ ഇന്ന് മിക്കവാറും ഉപയോഗത്തിൽ ഇല്ലാതായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ സാധാരണ അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാ മലയാളികളുടെയും പാർപ്പിടത്തെ കുറിക്കാൻ വീട് എന്ന വാക്കിന് കഴിയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ മലയപ്പുലയൻ്റേത് മാടമായിരുന്നു. ചങ്ങമ്പുഴയുടെ വാഴക്കുല അല്ലെ, അതിലെ മലയപ്പുലയനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളുടേത് എന്താണ്? മാടമായിരുന്നു. ഇതുമാണ് ഈ തന്നിരിക്കുന്ന ഗദ്യഭാഗം. അപ്പം നമ്മുടെ വീട്, വൈലോപ്പിള്ളിയുടെ ആസാം പണിക്കാർ അല്ലെ, ചങ്ങമ്പുഴയുടെ വാഴക്കുല, പിന്നെ ജാതിപരമായും സാമൂഹ്യ ശ്രേണിയുടെയും അടിസ്ഥാനത്തിൽ പാർപ്പിടത്തിന് നൽകിയിരിക്കുന്ന വിവിധ പേരുകൾ, ഇതൊക്കെയാണ് ആ ഗദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറെക്കുറെ ഉത്തരങ്ങൾ നമുക്ക് ഇനി ചോദ്യം വായിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ മലയപ്പുലയന്റെ പാർപ്പിടത്തെ കുറിക്കാൻ മാടം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാവാം? ഈ മാടം എന്നൊക്കെ പറയുന്നത് ജന്മിത്ത വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായതാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നു ചെറിയ വീടായതുകൊണ്ട്. ബി എന്താ? അക്കാലത്തെ ജാതിപരമായ വ്യത്യാസം സൂചിപ്പിക്കാൻ. സി വീടും സ്ഥലവും ജന്മിയുടേതായതുകൊണ്ട്. ഡി എല്ലാ പാർപ്പിടങ്ങളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ആയതുകൊണ്ട്. ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ നോക്കാം. എല്ലാ പാർപ്പിടങ്ങളെയും സൂചിപ്പിക്കാൻ മാടം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്? അല്ല. പിന്നെ ചെറിയ വീടായതുകൊണ്ടാണോ? അതുമല്ല. അക്കാലത്ത് ജാതിപരമായ വ്യത്യാസം സൂചിപ്പിക്കാൻ, ജാതിപരമായ വ്യത്യാസം കുറിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീടുകളുടെ പേര്, ഇതിങ്ങനെ പാർപ്പിടത്തിന്റെ പേരുകൾ നമ്മളിങ്ങനെ മാറ്റി പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വീടും സ്ഥലവും ജന്മിയുടേതായതാണ്. ജന്മിയാണ് പുലയന് താമസിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ പുലയൻ താമസിക്കുന്ന എവിടെയാണോ അവിടെ മാടം എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ശരിയായ ആൻസർ ഏതാണ്? വീടും സ്ഥലവും ജന്മിയുടേത് ആയതുകൊണ്ടാണ്. അപ്പൊ എന്താണ്? ജാതിപരമായി താഴ്ന്ന വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ഇടത്തെ മാടം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീടിന്റെ നേർക്ക് വിചാരം നീളുക എന്ന പ്രയോഗം ഏത് കവിയുടേതാണ്? നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്താണ് അല്ലേ. എന്താണ്? വീടിന്റെ നേർക്ക് വിചാരം നീളുക എന്നത് ഏത് കവിയുടേതായിരുന്നു? എ ചങ്ങമ്പുഴയുടേത്, ബി വൈലോപ്പിള്ളി, സി കെ സി നാരായണൻ, ഡി പുലക്കാട്ട് രവീന്ദ്രൻ. അല്ലെ, എളുപ്പത്തിൽ കിട്ടി. പുലക്കാട്ട് രവീന്ദ്രന്റെ ആണ്. ഇവിടെ ചങ്ങമ്പുഴയുടേത് എന്ന് പറയുമ്പോൾ ആ ഗദ്യത്തിൽ പരാമർശിക്കുന്ന ചങ്ങമ്പുഴയുടേത് ഏതാണ്? വാഴക്കുല എന്ന ഇതിനെ കുറിച്ചാണ്. ബി ആണെങ്കിൽ വൈലോപ്പിള്ളി, ആസാം പണിക്കാരുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, കവിതയെക്കുറിച്ച്. കെ സി നാരായണൻ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു. അതേപോലെ ഡി പുലക്കാട്ട് രവീന്ദ്രനാണ് വീടിന്റെ നേർക്ക് വിചാരം നീളുക എന്നതിൽ കവിത എഴുതിയതും നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ ശരിയായ ആൻസർ എന്താ? പുലക്കാട്ട് രവീന്ദ്രന്റെ ഒരു കവിതയിലെ പ്രയോഗമാണെന്ത്? വീടിന്റെ നേർക്ക് വിചാരം നീളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗൃഹാതുരത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഗൃഹാതുരത്വം അത് നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നോട്ട് ചെയ്താണ് അല്ലെ. എ ഓർമ്മിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ജീവിതാനുഭവങ്ങൾ.
അത് ശരിയാണോ? അല്ല. ഓർമ്മിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ജീവിതാനുഭവങ്ങളല്ല. ബി, രോഗാതുരമായ കുടുംബജീവിതം, അതുമല്ല. സി, ജനിച്ച നാടിനെയോ വീടിനെയോ വിസ്മരിക്കുക. ഡി, ഭൂതകാലത്തെ ചൊല്ലിയുള്ള മധുരം കലർന്ന വേദന. ഏതായിരിക്കും ഇതിന്റെ ശരിയായ ഉത്തരം? ഭൂതകാലത്തെ ചൊല്ലിയുള്ള മധുരം നിറഞ്ഞ വേദന, അല്ലേ? അതായത് കഴിഞ്ഞുപോയ കാലത്തെ കുറിക്കാൻ നമ്മൾ അതിൻ്റെ ഒരു ആ ഒരു കാര്യത്തിൽ മനസ്സ് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ കുറിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ത്? ഗൃഹാതുരത്വം. ഒരു വാക്കാണ് ഗൃഹാതുരത്വം. നഷ്ടപ്പെട്ടു പോയ നല്ല കാര്യങ്ങളിൽ മനസ്സ് ബദ്ധമായിരിക്കുന്നതിനെ കുറിക്കാൻ മലയാളത്തിൽ പ്രചാരത്തിലുള്ളൊരു വാക്കാണ് ഗൃഹാതുരത്വം. ഓക്കെ. അടുത്തത്, പഴയ കാലത്ത് വീടിന്റെ രൂപഘടന നിർണയിച്ചിരുന്ന ഘടകങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയായിരുന്നു പഴയ കാലത്തെ നമ്മുടെ വീടിന്റെ രൂപഘടന നിർണയിച്ചിരിക്കുന്ന ഘടകങ്ങൾ? എ, വീടിന്റെ വലിപ്പവും രൂപവും അടിസ്ഥാനമാക്കി. ബി, തദ്ദേശ സർക്കാരുകളുടെ നിയമാവലികൾ അനുസരിച്ച്. സി, താമസക്കാരുടെ ജാതിയും സാമൂഹ്യ ശ്രേണിയിലെ സ്ഥാനവും പരിഗണിച്ച്. ഡി, പൗരാവകാശങ്ങൾക്ക് അടിസ്ഥാനമാക്കി. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു? താമസക്കാരുടെ ജാതിയും സാമൂഹിക ശ്രേണിയിലെ സ്ഥാനവും പരിഗണിച്ച് എന്നൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പൊ ശരിയായ ഉത്തരം ഇത് തന്നെയാണ്. ഈ സി ആണ്, ഓപ്ഷൻ സി ആണ്. അവിടെ ജാതിയും സാമൂഹ്യ ശ്രേണിയും പരിഗണിച്ച് വീടിന് പല വിളിപ്പേരുകൾ വരെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് വിളിപ്പേരുകൾ നമ്മൾ പരിചയപ്പെട്ടു. അടുത്തത്, പുഞ്ചിരി പൊഴിക്കും വീടുകൾ എന്ന് പ്രയോഗത്തിൽ തെളിയുന്നത് എന്ത്? അല്ലെ, പുഞ്ചിരി പൊഴിക്കും വീടുകൾ എന്ന പ്രയോഗത്തിൽ തെളിയുന്നത് എന്ത് എന്നാണ് ചോദ്യം. എന്താണ് ആ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥാക്കുന്നത്? എ, പ്രവാസികൾക്ക് വീടിനോടുള്ള അഗാധമായ സ്നേഹം. ബി, വീടിന് വീട്ടുകാരോടുള്ള അഗാധമായ സ്നേഹം. സി, പ്രവാസികൾക്ക് വീടിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള അതിരറ്റ സ്നേഹം. പ്രവാസികൾക്ക് വീടിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള അതിരറ്റ സ്നേഹം. ഡി, നശിച്ച നാട് വിട്ടു പോകുന്നതിലുള്ള പ്രവാസികൾക്കുള്ള അതിരറ്റ സന്തോഷം. എന്താണ് ശരിയായത്? പ്രവാസികൾക്ക് വീടിനോടുള്ള അഗാധമായ സ്നേഹത്തെ കുറിക്കാൻ, അല്ലേ? പുഞ്ചിരി പൊഴിക്കും വീട്. ഓക്കെ. പ്രവാസികൾക്ക് വീടിനോടുള്ള അഗാധമായ സ്നേഹമാണ് ഉത്തരമായി വരുന്നത്. ഇനി അപ്പം നമ്മുടെ ഗദ്യഭാഗം കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഭാഗം തന്നെയായിരുന്നു, അല്ലേ, ഗദ്യം. ഇനി നമുക്ക് അടുത്ത പദ്യഭാഗത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കവിതയിലേക്ക് കടക്കാം. ധന്യമാംഗലീലിയാം കടലാൽ വീശപ്പെട്ടു കന്യകാസുതൻ ശിഷ്ടന്മാരുമായി നടക്കുമ്പോൾ അടുത്തു തീരത്തൊരു നായതൻ ശവം വെള്ളം കുടിച്ചു വീർത്തും വായ പിളർന്നും കിടക്കുന്നു. സ്ഥൂലമാം ശരീരവും വെളുത്തു മിന്നും പല്ലും പേലവം തളിർ പോലെ വെളിക്കു നീളും നാവും കാണവേ ചിലർ മൂക്കു പിടിച്ചാർ, ചിലർ മിഴിക്കോണുകൾ അവരത്ര തിരിച്ചാർ അവജ്ഞയാൽ. ഊറിടും പരിഹാസാൽ ചിരിച്ചാൽ ചിലർ, ദയാപൂരിത നേത്രൻ ശ്വാനശവം പാർത്തോതി യേശു. ശരിയാണാർക്കും കണ്ടാലറയ്ക്കും, എന്നാലും ഈ പരിതാപാർഹം ശ്വാവിൻ നാവെത്രയേറെ സ്വച്ഛം. നോക്കൂ, മിണ്ടിയില്ലെന്നും ശിഷ്യരൊട്ടിട യപവാദം കൊണ്ട് നാറിന നരജിഹ്വയെ സ്മരിക്കവേ എന്നാണ് കവിത. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. കടലാൽ വീശപ്പെട്ടു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? കടലാൽ വീശപ്പെട്ടു എന്നതൊരു പ്രയോഗമാണ്. അതിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ധന്യനായി, കടൽക്കാറ്റേറ്റ്, കടൽ ജലത്തിൽ പാദങ്ങൾ നനഞ്ഞ്, കടലിന്റെ ഗന്ധം ശ്വസിച്ച്. ഏതാണ് ആ പ്രയോഗത്തിൻ്റെത്? കടൽ കാറ്റേറ്റ്, അല്ലേ? എന്തായിരുന്നു ചോദ്യം? ഒന്നുകൂടെ നോക്കൂ. കടലാൽ വീശപ്പെട്ടു എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് കടൽ കാറ്റേറ്റ്. അടുത്തത്, കടലാൽ വീശപ്പെട്ടു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം മറ്റുള്ളവ അനുയോജ്യമല്ലാത്ത അർത്ഥമുള്ളവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശിഷ്യന്മാർ നോട്ടം മറ്റൊരിടത്തേക്ക് മാറ്റിയത് എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരുന്നു ശിഷ്യന്മാരുടെ നോട്ടം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കാരണം? എ, നായയുടെ ചീർത്ത് വീർത്ത ജഡം കണ്ടതിനാൽ. ബി,
യേശുദേവന്റെ ദർശനം ലഭിച്ചതുകൊണ്ട്. സി. ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ട്. ഡി. യേശുദേവൻ നിർദ്ദേശിച്ചതുകൊണ്ട്. വേഗം നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു ശിഷ്യന്മാരുടെ മുഖം തിരിയാൻ കാരണം. നായയുടെ ചീർത്തു വീർത്ത ജഡം കണ്ടതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ശരിയായ ആൻസർ നമ്മൾ കണ്ടെത്തി. ഇനി അടുത്തത്, പേലവം തളിർ പോലെ വെളിക്കു നീളും നാവും. ഈ വരികളിലെ ചമൽക്കാരമെന്ത്? ചമൽക്കാരാണ് ചോദിക്കുന്നത്. എന്താണ്? ഉത്പ്രേക്ഷ, രൂപകം, ഉപമ, ദൃഷ്ടാന്തം. എന്താണ് വരികളിലെ ചമൽക്കാരം? ഉപമയാണ് അല്ലേ. തളിർ പോലെ വെളിക്ക് നീളും നാവും എന്നാ പറഞ്ഞത്, ഉപമിക്കല്ലേ ചെയ്യുന്നത്. പേലവം തളിർ പോലെ വെളിക്കു നീളും നാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യേശുവിന്റെ വാക്കുകൾ കേട്ട ശിഷ്യർ ഒന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. വിമർശിക്കപ്പെട്ടതിലുള്ള പ്രതിഷേധം കൊണ്ട്. ബി. സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട്. സി. ചത്ത നായയോടുള്ള സഹാനുഭൂതി കൊണ്ട്. ഡി. മനുഷ്യരുടെ ദുഷിച്ചു നാറുന്ന അപവാദ വാസനയോർത്ത്. എന്തുകൊണ്ടായിരുന്നു ശിഷ്യന്മാർ മിണ്ടാതിരുന്നത്? അത് ഡി ആണ് ആൻസർ വരുന്നത്. മനുഷ്യരുടെ ദുഷിച്ചു നാറുന്ന അപവാദ വാസനയോർത്തിട്ടാണ്. ചുവടെ പറയുന്നവയിൽ നായയുടെ ജഡം കണ്ട ശിഷ്യന്മാരുടെ ഭാവചലനങ്ങളിൽ പെടാത്തത് ഏത്? അവരുടെ ഭാവചലനങ്ങളിൽ പെടാത്തതാണ്. ഒന്ന്, ചിലർ മൂക്ക് പിടിച്ചു. ബി. ചിലർ പരിഹാസത്തോടെ ചിരിച്ചു. സി. ചിലർ അവജ്ഞയോടെ നോട്ടം മാറ്റി. ഡി. ചിലർ ദയാപൂരിത നേത്രത്തോടെ നോക്കി. യേശുവിനോടൊത്ത് നടന്നു വരുന്നിരുന്ന ശിഷ്യന്മാർ അവര് ദയാപൂരിത നേത്രത്തോടെ നോക്കിയിട്ടില്ല അല്ലേ. അവരെ പരിഹസിക്കുകയും മൂക്ക് പിടിക്കുകയും അവജ്ഞയോടെ നോട്ടം മാറ്റുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താം. ദയാപൂരിത നേത്രത്തോടെ ചത്ത ആ ഒരു നായയെ നോക്കിയത് ആരായിരുന്നു? അത് യേശുവാണ്. അപ്പം ഈ ശിഷ്യന്മാരുടെ ആ ഒരു പ്രവൃത്തിയിൽ പെടാത്തതാണിത്. അപ്പൊ ആൻസർ, ചിലർ ദയാപൂരിത നേത്രത്തോടെ നോക്കിയിട്ടില്ലല്ലോ, അതാണ് അവിടെ ശരിയല്ലാത്തത്. ഓക്കെ, അടുത്തത്. അപ്പം പദ്യഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അതും ഏറെക്കുറെ ലളിതമായൊരു പദ്യമായിരുന്നു തന്നിരുന്നത് അല്ലേ. അതിനനുസരിച്ച് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ചോദ്യം എന്ന് നോക്കാം. വെള്ളരിക്കാപട്ടണം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അല്ലേ. അതായത് ഇവിടെ ഒരു ശൈലിയാണ് തന്നിരിക്കുന്നത്, വെള്ളരിക്കാപട്ടണം. നമ്മൾ സാധാരണ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണത്. ഇതെന്താണ് വെള്ളരിക്കാപട്ടണമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം എന്താണ് ആ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, നീതിബോധമുള്ളവരുടെ സ്ഥലം, പ്രയാസമേറിയ കാര്യം, പ്രസിദ്ധമായ നഗരം, നീതിയും നിറവും ഇല്ലാത്ത സ്ഥലം. വെള്ളരിക്കാപട്ടണം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. നീതിയും നിറവും ഇല്ലാത്ത സ്ഥലത്തെ കുറിക്കാനാണ് വെള്ളരിക്കാപട്ടണം എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. നീതിബോധമുള്ളവരുടെ സ്ഥലത്ത് അല്ല, പ്രയാസമേറിയ കാര്യത്തെ കുറിക്കാനുമല്ല, പ്രസിദ്ധമായ ഒരു നഗരവുമല്ല. അപ്പൊ ശരിയായത് ഏതാണ്? നീതിയും നിറവും ഇല്ലാത്ത സ്ഥലത്തെ കുറിക്കാൻ. ഇവിടെ പറയുന്നു വെള്ളരിക്കാപട്ടണം എന്ന ശൈലി നിത്യജീവിതത്തിൽ നാം പലപ്പോഴായി കേൾക്കുന്നതാണ്. തെറ്റായതും ന്യായമില്ലാത്തതുമായ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളരിക്കാപട്ടണം എന്ന ശൈലി ഉപയോഗിച്ചു വരുന്നു. അതായത് തെറ്റായതും ന്യായമില്ലാത്തതുമായ കാര്യം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ. ഇതെന്താണ് ഇവിടെ? വെള്ളരിക്കാപട്ടണമാണോ? ചോദ്യവും പറച്ചിലും ഒന്നും ഇല്ലേ എന്ന അർത്ഥത്തിൽ നമ്മൾ ആ ശൈലി ഉപയോഗിച്ചു വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നടത്തുമ്പോൾ ഓരോ ഭിന്നശേഷി കുട്ടിയെ സംബന്ധിച്ചും അധ്യാപിക മനസ്സിലാക്കേണ്ടതെന്ത്? അല്ലെ, ഭിന്നശേഷി കുട്ടിയാണ്. പഠന പ്രവർത്തനത്തിലുള്ള അനുരൂപണം നടത്തുന്ന സമയത്ത് ഈ കുട്ടിയെ സംബന്ധിച്ച് അധ്യാപിക മനസ്സിലാക്കേണ്ട കാര്യം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ശക്തി ദൗർബല്യങ്ങൾ, അഭിരുചികൾ, അക്കാദമിക നിലവാരത്തിന്റെ തോത്, ഇവയെല്ലാം. അപ്പം ഭിന്നശേഷി കുട്ടിയെ സംബന്ധിച്ചും ഓരോ ഭിന്നശേഷി കുട്ടിയെ സംബന്ധിച്ചും ആ അധ്യാപിക മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം അധ്യാപിക മനസ്സിലാക്കണം. എന്നാലേ അതിനനുസരിച്ചുള്ള അനുരൂപീകരണം കുട്ടിയിൽ സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ, അധ്യാപികയ്ക്ക് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം നോക്കാം, പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നടത്തുമ്പോൾ
ക്ലാസ്സിലെ മറ്റു കുട്ടികളെ പോലെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളും. അതുകൊണ്ട് ഉൾപ്പെടുത്തൽ പഠനത്തിന്റെ പ്രാധാന്യം നമുക്കിവിടെ കാണാം. ഇൻക്ലൂസീവ് ലേണിംഗ് അല്ലേ? അപ്പോൾ ആ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ശക്തി എന്താണ്, അവരുടെ ദൗർബല്യം എന്താണ്, അവരുടെ അഭിരുചി എന്താണ്, ഇതൊക്കെ അധ്യാപിക മനസ്സിലാക്കേണ്ട ഘടകങ്ങൾ തന്നെയാണ്. കൂടാതെ അക്കാദമിക നിലവാരത്തിന്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് സമഗ്രതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഭാഷ സ്വായത്തമാക്കൽ പുരോഗമിക്കുന്നത്. ഈ കാഴ്ചപ്പാടിന് യോജിച്ച ഭാഷാ പഠന രീതി ഏത്? അതായത് സമഗ്രതയിൽ നിന്നും ഭാഗങ്ങളിലേക്ക്. അപ്പൊ ഇതിന് യോജിച്ച ഭാഷാ പഠന രീതി: 1 പ്രഭാഷണ രീതി, 2 പദാവതരണ രീതി, 3 അക്ഷരാവതരണ രീതി, 4 ആശയാവതരണ രീതി. ഏതായിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ നോക്കാം. ആശയാവതരണ രീതിയാണ് അല്ലെ? സമഗ്രമായതിൽ നിന്ന് എന്തിലേക്കാണ് വരുന്നത്? ഭാഗങ്ങളിലേക്കാണ് വരുന്നത്. അപ്പം സമഗ്രമായിട്ട് ആശയം കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ ചെറിയ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതാണ്. നോക്കാം, ഫ്രം ഹോൾ ടു പാർട്സ്, അതായത് മുഴുവനായതിൽ നിന്നും ഭാഗങ്ങളിലേക്ക് എന്ന ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെ, ജസ്റ്റാൾട്ട് മനഃശാസ്ത്ര രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് മുഴുവനായതിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ മനഃശാസ്ത്രം വ്യക്തമാക്കുന്നു. അതായത് ഭാഗങ്ങളെ കുറിച്ച് പറയുന്നതിലും നന്നായത് എന്താണ്? മുഴുവനായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണ് എന്നതാണ്. അടുത്തത്, സുഭാഷ് ചന്ദ്രന് വയലാർ അവാർഡ് ലഭിച്ച മനുഷ്യനൊരാമുഖം ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? ഓപ്ഷൻസ്: ആത്മകഥ, നോവൽ, ചെറുകഥ, നാടകം. നിസ്സംശയം പറയാം, നോവലാണ്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം എന്നത് നോവൽ വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്. ഓക്കെ, എന്നാണ് ഇതിന് വയലാർ അവാർഡ് ലഭിച്ചതെന്ന് നോക്കൂ. 2015 മനുഷ്യനൊരാമുഖം എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2015. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഏതാണ്? വിദ്യുത് ശക്തി, ആശ്ചര്യം, പ്രസ്താവന, ദാർഢ്യം. ഏതാണ് ഇതിലെ ശരിയായ പദം എന്ന് നോക്കാം. ഏതാണ്? ആശ്ചര്യമാണ് അല്ലേ? ഇതെങ്ങനെയാണ്, മറ്റുള്ളവ എങ്ങനെയാണ് തെറ്റായത് നോക്കൂ. ഇവിടെ തെറ്റ് വിദ്യുത് ശക്തി അല്ലെ, വിദ്യുത് ശക്തി എന്നാണ് നമ്മൾ പറയുക. ഇതാണ് ശരിയായ രൂപം. പ്രസ്താവന എന്നുള്ളതിൽ തെറ്റ്, ഇത് തെറ്റാണ്. പ്രസ്താവന ഇതാണ് ശരിയായത്. അതേപോലെ ദാർഢ്യം എന്നെഴുതുന്ന സമയത്ത് ഈ ദാർഢ്യമാണ് ശരിയായി വരുന്നത്. അപ്പൊ ശരിയായ പദം അവിടെ നൽകിയതിൽ ഏതാണ്? ആശ്ചര്യം എന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സംവാദം അല്ലെ, സംവാദം എന്ന പഠന പ്രവർത്തനം ചുവടെ നൽകിയ ബഹുമുഖ ബുദ്ധിയുടെ ഏതെല്ലാം തലങ്ങളെ വികസിപ്പിക്കുന്നതിന് പര്യാപ്തമാണ്? സംവാദം എന്ന് പറയുന്നത് എന്താണ്? ഒരു പഠന പ്രവർത്തനമാണ് എന്നത് ഓർക്കുക. ക്ലാസ് മുറികളിലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പഠന പ്രവർത്തനമാണ് സംവാദം. എന്നാൽ അത് ബഹുമുഖ ബുദ്ധിയുടെ ഏതെല്ലാം തലങ്ങളെയാണ് ഇത് വികസിപ്പിക്കുന്നത്? നോക്കാം. ഭാഷാപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇവയെല്ലാം. ഈ 4 ഓപ്ഷനുകളിലും ഏതാണ് സംവാദം എന്ന് പറയുന്ന പഠന പ്രവർത്തനം? ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് വികസനം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എല്ലാ മേഖലയിലും ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ശരിയായ ഉത്തരം എന്താണ്? ഇവയെല്ലാം എന്ന് തന്നെയാണ്. അതായത് സംവദിക്കുകയാണല്ലോ ക്ലാസ് മുറിയിൽ. നമുക്ക് ഭാഷയിൽ ഏറ്റവും കൂടുതൽ നൽകാൻ പറ്റിയ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പഠന പ്രവർത്തനമാണ് സംവാദം. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ക്ലാസ് അന്തരീക്ഷത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, അതായത് ഭാഷ നന്നായിട്ട് വികസിപ്പിക്കാൻ സാധിക്കും. അതേപോലെ വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇതെല്ലാം നല്ല രീതിയിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു പഠന പ്രവർത്തനമാണ് സംവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇവയെല്ലാം എന്നത് തന്നെയാണ് ഇതിന്റെ ശരിയായ ഉത്തരം. നോക്കാം. സംവാദം ക്ലാസ് മുറികളിൽ നടത്താൻ കഴിയുന്ന ബലവത്തായ ഒരു പഠന പ്രവർത്തനമാണ്. ബഹുമുഖ ബുദ്ധിയുടെ തലങ്ങളെ വികസിപ്പിക്കുവാൻ സംവാദത്തിന് സാധിക്കുന്നു. ഭാഷാപരമായ ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി എന്നിവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതിൽ സംവാദം എന്ന പഠന പ്രക്രിയയിൽ ഉൾക്കൊള്ളുന്നു. അടുത്തത്
ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ഇതൊരു പഴഞ്ചൊല്ലാണ്, നമ്മൾ പറയാറുണ്ട് ഈ ചൊല്ല് അല്ലെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക. ഈ ചൊല്ലിന്റെ ആശയം എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ലക്ഷ്യം പിഴയ്ക്കുക, ബി ബുദ്ധിമുട്ടാതെ കാര്യം നേടിയെടുക്കുക, സി നീച പ്രവൃത്തിക്ക് അതനുസരിച്ചുള്ള ബലം, ഡി ധർമ്മസങ്കടത്തിൽപ്പെടുക. ഇതിൽ ശരിയായത് ഏതാ? ലക്ഷ്യം പിഴയ്ക്കുന്നതിനെയാണ് അല്ലെ നമ്മൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നതിനെയാ, ലക്ഷ്യം പിഴച്ചതിനെയാണ്. ലക്ഷ്യം പിഴയ്ക്കുക, ഉദ്ദേശിച്ച ലക്ഷ്യം പിഴച്ച് മറ്റൊന്നിൽ പോയി വീഴുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചൊല്ല്, പഴഞ്ചൊല്ലാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക. അടുത്തത്, സർവഭാഷാ വ്യാകരണത്തെ കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? സർവഭാഷാ വ്യാകരണമാണ്. അപ്പം ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാ നോക്കാം. നോം ചോംസ്കി, വൈഗോഡ്സ്കി, ജീൻ പിയാഷെ, ജോൺ ലോക്ക്. ആരുടെയായിരുന്നു? ഓപ്ഷൻ നോം ചോംസ്കി ആണ് ഉത്തരമായി വരുന്നത്. നോം ചോംസ്കി പറയുന്നു, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ചോംസ്കിയൻ വാദമാണ് പിന്നീട് സർവഭാഷാ വ്യാകരണം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത് എങ്ങനെ? ഭാഷ ജനിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ഒരു ഭാഷ ആർജിക്കാനുള്ള ഒരു കഴിവുമായിട്ടാണ് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് അല്ലേ? അതൊക്കെ പറയുന്ന ആ ഒരു വാദം നോം ചോംസ്കിയുടേതാണ്, സർവഭാഷാ വ്യാകരണവാദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ഡിസ്ലെക്സിയ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഡിസ്ലെക്സിയ ആണ്, നമുക്കറിയാം ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. സാധാരണ കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന ഒരു സർവ്വസാധാരണയായ ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. അത് സംബന്ധിച്ച ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഒന്ന്, വായിക്കുമ്പോൾ പദങ്ങൾ വിട്ടുപോവുക, ബി ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് വായിക്കുക അല്ലേ? ഇതൊക്കെ ഇതില് പ്രസ്താവന 1 മാത്രം ശരിയാണ്, പ്രസ്താവന 2 മാത്രം ശരിയാണ്, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഡിസ്ലെക്സിയ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ശരി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. എന്തൊക്കെയായിരുന്നു പ്രസ്താവന നോക്കൂ. വായിക്കുമ്പോൾ പദങ്ങൾ വിട്ടുപോവുക, ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് വായിക്കുക, ഇത് രണ്ടും ശരിയാണ്. ഡിസ്ലെക്സിയ എന്ന പഠന വൈകല്യത്തെ സംബന്ധിച്ച് ഈ 2 ഓപ്ഷനുകളും 2 പ്രസ്താവനകളും ശരിയാണെന്ന് പറയാം അല്ലെ? അപ്പം സർവ്വസാധാരണയായി കാണപ്പെടുന്ന പഠന വൈകല്യമാണെന്ത്? ഡിസ്ലെക്സിയ. ഭാഷയുമായി ബന്ധപ്പെട്ട ഭാഷണ, വായന, എഴുത്ത് എന്നീ സമസ്ത മേഖലകളെയും ഡിസ്ലെക്സിയ ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പം കൂടുതലായിട്ട് ഡിസ്ലെക്സിയ ആ ഒരു ഭാഷയിലാണ് വരുന്നത്. വാക്കുകൾ തെറ്റിച്ച് ഉച്ചരിക്കുകയും അക്ഷരങ്ങൾ തലതിരിച്ച് ഉപയോഗിക്കുകയും ഇതിൽ പതിവാണ്. ഡിസ്ലെക്സിയ എന്ന പഠനവൈകല്യമുള്ള കുട്ടി വാക്കുകളൊക്കെ എന്താകും? തെറ്റായി ഉച്ചരിക്കും, അതേപോലെ അക്ഷരങ്ങളെയൊക്കെ തലതിരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്നതിന് യോജിച്ച പഠന സാമഗ്രി ഏത്? ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികളെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് പഠന പിന്തുണ നൽകാൻ യോജിച്ച പഠന സാമഗ്രി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ശ്രാവ്യോപാധികൾ, ദൃശ്യ സാമഗ്രികൾ, ദൃശ്യശ്രാവ്യ സാമഗ്രികൾ, ഇവയെല്ലാം. എന്തായിരുന്നു? കാഴ്ച പരിമിതിയാണല്ലോ ക്വസ്റ്റ്യനിൽ വരുന്നത് അല്ലേ? അപ്പം എന്തൊക്കെയാണ് അവർക്ക് നൽകാവുന്ന പഠന സാമഗ്രികൾ ഏതെന്നാണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ പെടുന്നത്? ശ്രാവ്യോപാധികളാണ്, കാഴ്ച പരിമിതിയാണ്. അപ്പൊ കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിക്ക് ദൃശ്യമാധ്യമങ്ങളോ സാമഗ്രികളോ കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? ശ്രാവ്യോപാധികൾ ആണ്. അടുത്തത്, ചുവടെ നൽകിയവയിൽ അപ്പർ പ്രൈമറി ക്ലാസ്സിൽ ഭാഷാ കേളിയായി പരിഗണിക്കുന്നതിന് യോജിച്ചത് ഏത്? ഭാഷാ കേളിയാണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രഭാഷണം, പദപ്രശ്നം, സെമിനാർ, സംഗീത ശില്പം. അപ്പം ഭാഷാ കേളിയാണ്, അപ്പർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളാണ്. അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇതിലേതാണ്? പദപ്രശ്നല്ലേ വരിക? പദപ്രശ്നാണ്. സെമിനാർ, പ്രഭാഷണം
പ്രഭാഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പർ പ്രൈമറി ക്ലാസ്സിൽ നമുക്ക് അനുയോജ്യമാവില്ല അല്ലേ. അപ്പൊ നോക്കാം, അപ്പർ പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഭാഷാകേളിയായി പരിഗണിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പദപ്രശ്നമാണ്. മറ്റുള്ള ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാവുന്നതേ ഉള്ളൂ. സംഗീത ശില്പം, സെമിനാറ്, പ്രഭാഷണം ഇതൊക്കെ ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിഗണിക്കാം. പക്ഷെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പദപ്രശ്നമാണ് ഭാഷാകേളിയായിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇവിടെ പിരിച്ചെഴുതിയവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമായത് ഏത്? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ആദേശസന്ധിയാണ് അതിൽ ഉദാഹരണം. കാറ്റില്ല, കാറ്റ് ഇല്ല. വിണ്ടലം, വിൺ തലം. മറയില്ല, മറ ഇല്ല. കിളിപ്പാട്ട്, കിളി പാട്ട്. ഇതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് വരുന്നത്? വിണ്ടലം അല്ലേ, വിൺ തലം. ഇതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. നോക്കാം എന്താണ് ആദേശസന്ധി എന്ന് നോക്കൂ. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുകയാണ് ഇവിടെ. രണ്ട് വർണ്ണം കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി ആ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആദേശസന്ധി എന്ന് പറയുന്നത്. ആദേശസന്ധി രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഒരു വർണ്ണം പോയിട്ട് ആ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം കടന്നു വരുന്നു. ഈ സന്ധിയെ കുറിക്കാൻ നമ്മൾ എന്ത് പേര് പറയും? ആദേശസന്ധി. അപ്പൊ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? വിണ്ടലം അല്ലെ, വിണ്ടലം. ഇതെങ്ങനെയാണ്? വിൺ അധികം തലം എന്നത് വിണ്ടലം എന്ന് നമ്മളത് പിരിച്ചെഴുതി അല്ലെ, വിൺ അധികം തലം എന്നുള്ളത്. അപ്പം ഇവിടെ ആദേശസന്ധിയായി വരുന്നത് ഈ ഒരു പദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? രാഷ്ട്രീയ നാടകമാണ് മലയാളത്തിലെ. ഓപ്ഷൻസ്: കൂട്ടുകൃഷി, ഋതുമതി, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, പാട്ടബാക്കി. ഏതാണ്? നോക്കാം, പാട്ടബാക്കി അല്ലേ. പാട്ടബാക്കി എന്ന് പറയുന്ന നാടകമാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകം മലയാളത്തിലെ. അപ്പൊ പാട്ടബാക്കിയെ കുറിച്ച് നോക്കാം. ആരാണ് ഇത് രചിച്ചിരിക്കുന്നത് നോക്കൂ. കെ ദാമോദരൻ. കെ ദാമോദരൻ 1939 പാട്ടബാക്കി എന്ന നാടകം രചിച്ചത്. ആ കാലത്തെ സാമൂഹിക പ്രശ്നം തന്നെയാണ്, അതായത് സാമൂഹിക സാമ്പത്തിക അസന്തുലിതാവസ്ഥ തുറന്നുകാട്ടിയ ഒരു രചനയാണിത്, പാട്ടബാക്കി. 1939 കെ ദാമോദരനാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ്. ഇതിലെ ആശയം എന്ന് പറയുന്നത് എന്താണ്? ആ കാലത്തുള്ള സാമൂഹിക സാമ്പത്തിക അസമത്വം, അതായത് അസന്തുലിതാവസ്ഥ തുറന്നുകാട്ടിയ ഒരു രചനയാണിത്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്നുകൂടി ഇത് അറിയപ്പെടുന്നു എന്നത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ നിരവധി കുട്ടികൾക്ക് എഴുത്ത് നല്ല പ്രയാസം നേരിടുന്നതായി അധ്യാപകൻ തിരിച്ചറിഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സ്വീകരിക്കാവുന്ന മാർഗം ഏതാണ്? ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നത് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്നത്? ഒന്ന്, ടീച്ചർ വേർഷൻ നൽകി ആവർത്തിച്ചെഴുതിക്കുക. ബി, നിരന്തരം കോപ്പി എഴുതിക്കുക. സി, ക്രിയാഗവേഷണം നടത്തുക. ഡി, രക്ഷിതാക്കളെ അറിയിക്കുക. ഏതായിരിക്കും ശരി? ക്രിയാഗവേഷണം നടത്തുക അല്ലെ, ആക്ഷൻ റിസർച്ച് എന്ന് പറയും. ശരിയായ ഉത്തരം ക്രിയാഗവേഷണം നടത്തുക എന്നതാണ്. ഒരു കൂട്ടം ക്ലാസ്സിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ കാണപ്പെടുന്ന പ്രശ്നം നമ്മൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്രിയാഗവേഷണം നടത്താറുണ്ട്. അപ്പൊ ഈ ക്രിയാഗവേഷണം എന്ന ആശയം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നത് ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണം എന്ന ആശയം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു പദ്ധതിയാണിത്. സ്റ്റീഫൻ എം കോറിയുടെ ക്രിയാഗവേഷണം അല്ലെ, പ്രശ്നങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ഗുണനിലവാരത്തെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അടുത്തത്, പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം അതേ ആക്ഷൻ റിസർച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം, അതായത് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു, അതിനുള്ള പരിഹാര നടപടികൾ അല്ലെ, ആ പരിഹാര നടപടികളും നമ്മൾ തന്നെ മനസ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാഗവേഷണത്തിന്റെ സാധ്യതയിൽപ്പെടുന്നവയാണ് ഈ പരിഹാര നടപടികളും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈകൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്ന പോലെ അല്ലേ, പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെ. അപ്പൊ നോക്കാം, ഈ വരികളിലെ ചമത്കാര സ്വഭാവം ഏത്? പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈകൊണ്ട് പൊന്നിൻ മലകൾ നടക്കുന്ന പോലെ. എ, വർണ്ണ്യത്തിൽ ആശങ്ക.
ബി പ്രതിബിംബഭാവം, സി സാദൃശ്യകൽപ്പന, ഡി അഭേദകൽപ്പന. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് നോക്കൂ. സാദൃശ്യ കൽപ്പനയാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സാദൃശ്യപ്പെടുത്തല്ലേ അവിടെ ചെയ്യുന്നത്. വരികളിലെ ചമത്കാര സ്വഭാവം സാദൃശ്യ കൽപ്പനയാണ്. ഒന്ന് മറ്റൊന്നിനോട് സാമ്യം പുലർത്തുന്ന രീതിയിൽ എന്താണ് അവിടെ സാദൃശ്യപ്പെടുത്താണ് ചെയ്യുന്നത് അല്ലേ. അടുത്തത്, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അടയാത്ത കണ്ണ് അല്ലെ. ഈ വരികള്, കവിതാ വരികള് ആരുടെയാണ് എന്നാണ് ചോദ്യം. ഇത് കോഴി എന്ന കവിതയിലുള്ളതാണ്. ആരാണിത് രചിച്ചിരിക്കുന്നത് നോക്കാം. കടമ്മനിട്ട, വയലാർ, NN കക്കാട്, അയ്യപ്പ പണിക്കർ. ആരുടെ കവിതയാണ്? കടമ്മനിട്ടയുടെ കോഴി എന്ന കവിതയിലുള്ള വരികളാണ് കൊടുത്തിരിക്കുന്നത്. ചന്ദന പമ്പരം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? എന്താണ് ചന്ദന പമ്പരം? ഇതിന്റെ വിഗ്രഹാർത്ഥമാണ് വിഗ്രഹിക്കുക. ചന്ദനം കൊണ്ടുള്ള പമ്പരം, ചന്ദനമായ പമ്പരം, ചന്ദനവും പമ്പരവും ചന്ദനമാകുന്ന പമ്പരം. ഏതാണ് ശരിയായ ഉത്തരം? ചന്ദനം കൊണ്ടുള്ള പമ്പരം. അതാണ് ചന്ദന പമ്പരം എന്ന ആ ഒരു പദത്തിന്റെ വിഗ്രഹാർത്ഥം, ചന്ദനം കൊണ്ടുള്ള പമ്പരം. ചന്ദന പമ്പരം എന്ന പദത്തിനെ വിഗ്രഹിക്കുമ്പോൾ ചന്ദനം കൊണ്ടുള്ള പമ്പരം എന്നായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികളിൽ പൊതുവെ കാണുന്ന ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികളാണ്. അപ്പം എ ശരീരം ബാലൻസ് ചെയ്യുന്നതിന് പ്രയാസപ്പെടുക, ബി ശ്രദ്ധ നിലനിർത്താൻ പ്രയാസപ്പെടുക, സി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക, ഡി നിത്യേന ചെയ്യുന്ന ജോലികൾ പോലും മറന്നു പോവുക. ശ്രദ്ധാപരിധിയുള്ള കുട്ടികളാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ശരിയായ വസ്തുത നോക്കൂ. ശരീരം ബാലൻസ് ചെയ്യുന്നതിന് പ്രയാസപ്പെടുക. അപ്പൊ പരിമിതിയുള്ള കുട്ടികൾക്ക് ഉൾപ്പെടാത്ത ഒരു കാര്യമാണ് ശരീരം ബാലൻസ് ചെയ്യുന്നതിന് പ്രയാസപ്പെടുക എന്നുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ് ആ കുട്ടികളിൽ കണ്ടുവരുന്നു. അതായത് ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികളിൽ ശ്രദ്ധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കടന്നു വരുന്നത് അല്ലേ, അല്ലാതെ ബാലൻസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. മുകളിൽ നൽകിയ വരികളുടെ സമാന ചൊൽവടിവിലുള്ള വരികൾ കണ്ടെത്തി എഴുതുക. എഴുത്തച്ഛന്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിലുള്ള വരികളാണത്. അപ്പൊ അതിന്റെ സമാന താളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കാം. തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങിയതേ തീക്കായ വേണം എനിക്കുമിന്ന്, ഇരുളുമതി ദുർഗന്ധ പൂരവും ചൂഴുമീ നരകമാതിൽ നിന്നെന്നെ ഉദ്ധരിക്കണമേ. ബി അല്ലേ. വെട്ടത്തു നാട്ടിൽ നിത്യ സൗഭാഗ്യ സത് സിന്ദൂര പൊട്ടുപോലെഴും തുഞ്ചൻ പറമ്പേ നമസ്കാരം, ഞാനൊരു ബാലനാ ശക്തനെന്നാകിലും മാനിയാമെന്നുടെ താതനെയോർക്ക നീ. എന്താണിതില്? ഞാനൊരു ബാലനാ ശക്തനെന്നാകിലും മാനിയാമെന്നുടെ താതനെ ഓർക്ക നീ. അതാണ് ഇതിന്റെ സമാനമായ വരികൾ. അത് നമുക്ക് ചൊല്ലി നോക്കുന്ന സമയത്ത് മനസ്സിലാവും. മറ്റുള്ള വരികളൊന്നും ആ സമാനത പുലർത്തുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ടേം മൂല്യനിർണ്ണയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ടേം മൂല്യനിർണ്ണയമാണ് അതിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നോക്കാം. ഒരു നിശ്ചിത കാലയളവിൽ കുട്ടികൾ നേടിയ പഠന നേട്ടങ്ങൾ വിലയിരുത്തുന്നു, തുടർ പഠന മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുന്നു. അവ എന്താണ്? അത് രണ്ട് പ്രസ്താവനകളാണ് നമുക്ക് തന്നത്. അതിൽ ശരിയായത് ഏതാണ്? പ്രസ്താവന 1 മാത്രം ശരിയാണ്, പ്രസ്താവന 2 മാത്രം ശരിയാണ്, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ഏതാണ്? ടേം മൂല്യനിർണ്ണയത്തില് പ്രസ്താവന 1 മാത്രം ശരിയാണ് അല്ലേ. അതാണ് ശരിയായി വരുന്നത്. കാരണം ടേം മൂല്യനിർണ്ണയത്തിൽ കുട്ടികൾ നേടിയ പഠന നേട്ടത്തെയാണ് നമ്മൾ അവിടെ വിലയിരുത്തുന്നത്. ഇത്രയുമാണ് നമ്മുടെ മലയാളത്തിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. ഏകദേശം നമുക്ക് ലളിതമായി തോന്നിയ കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.